Welcome back after the break. Is Anna's way the right way is the topic for tonight. And ഞാൻ ഈ എഡ്യൂക്കേഷനെ കുറിച്ച് നേരത്തെ ബോബി സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ദലിത് ബഹുജൻ സമാജിലെ ഒത്തിരി പേര് അവരൊരു പ്രൊസഷൻ എടുത്തിരുന്നു. ആൻഡ് their voices are being heard now. They are not actually supporting the bill എന്ന് പറഞ്ഞു. Their voices are not heard is what I said. The voices are being heard now. Yeah. And they are not supporting the Jan Lokpal bill. For what reason, if I may ask? Because it is not a class, it doesn't talk about caste or class per se. Precisely why they are opposing it. Okay. Precisely why they are opposing it, because one is they are saying you cannot have a discourse in India, any kind of discourse without addressing caste element. So they have their specific demands which they have put forward. For instance? One they are saying the Jan Lokpal as it is envisaged in the Jan Lokpal bill does not fit within the constitutional scheme of things. That is their objection number one. Their objection number two is it's not representative of the population percentages. So they are saying there is no reservation there. Okay. For instance, they are against the selection process, and they prefer a democratic selection process, and they say that the Jan Lokpal bill is not democratic at all. Yes. I think quite a lot of those criticisms are valid. Okay, how do you feel about it? These criticisms are correct. കാര്യം ഇന്ത്യൻ സൊസൈറ്റിയിലെ സോഷ്യൽ ചേഞ്ചസ് ഉണ്ട്. സമൂഹത്തിൽ ആദിവാസികളെയും പീഡിപ്പിക്കപ്പെട്ട ജനസമുദായങ്ങളെയും പിന്നോക്ക ജാതിക്കാരെയും അടിച്ചമർത്തുന്ന ഒരു വ്യവസ്ഥിതി ദീർഘകാലം തുടരുന്നതാണ് ഏറ്റവും വലിയ കറപ്ഷൻ. ആ കറപ്ഷനെ അഡ്രസ്സ് ചെയ്യാതെ ഈ പെരിഫറൽ കറപ്ഷനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല. അതുപോലെ അദ്ദേഹം പറയേണ്ടിയിരുന്ന DYFI സഖാവ് പറയേണ്ടിയിരുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയെ വിദേശ രാജ്യങ്ങൾ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യയെ വിദേശ രാജ്യങ്ങൾ അടിച്ചമർത്തി ചവിട്ടി നശിപ്പിച്ച് തൊലയ്ക്കുകയാണ്. ഇതാണ് ഇന്ത്യയുടെ മേജർ പ്രോബ്ലംസ്. ഈ പ്രോബ്ലംസിനെ ഒന്നും അണ്ണാ ഹസാരയുടെ മൂവ്മെൻറ്റ് അഡ്രസ്സ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് നെഗറ്റീവാണെന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് ഞാൻ പോകുന്നില്ല. അതുപോലെ എൻ്റെ മകളും അവിടെ പോയി പങ്കെടുത്തതാണ് അവസാന ദിവസം. ആ കൂടി 10,000 പേര് താഴെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. രാംലീല ഗ്രൗണ്ടിൽ ആ സമയത്ത് ലെസ് ദൻ 10,000. അപ്പോൾ അത് അത്രേ വന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ മൂവ്മെൻറ്റിൻ്റെ പ്രസക്തി ഇല്ലാതാവുന്നില്ല. ഈ പ്രസക്തി അമിതമായി ഊതി വീർപ്പിച്ചത് കൊണ്ടും കാര്യമില്ല. ഊതി വീർപ്പിച്ച് മീഡിയ ഊതി വീർപ്പിച്ചത് കൊണ്ട് താഴത്തെ തട്ടിലേക്ക് ഇത് ബാധിച്ചിട്ടേ ഉണ്ടാവില്ല. UP-യിലെ ഗ്രാമങ്ങളിൽ, തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ, ഹരിയാനയിലെ ഗ്രാമങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ജാർഖണ്ഡിലെ ഗ്രാമങ്ങളിൽ ഇതിന് ഒരു ഇമ്പാക്റ്റും ഉണ്ടാവില്ല. ഇതിനകത്ത് ഒരു ഇതുണ്ട്. നമ്മൾ ഈ ആളുകൾ എത്ര വന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പ്രസ്ഥാനം എത്ര വലുതാണെന്നൊന്നും നിശ്ചയിക്കാനൊക്കെ ഇല്ല. ഒരു കാര്യം ഓർക്കണം, ഇവിടെ നമ്മൾ വളരെയധികം അഭിമാനം കൊള്ളുന്ന ഒന്നാണല്ലോ നമ്മുടെ സ്വാതന്ത്ര്യ സമരം. നമ്മൾ അഹിംസയിൽ കൂടി പിന്നെ ഹിംസ കൂടാതെ ഒരു സമരം നടത്തി സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങി എന്നൊക്കെ പറയുന്നല്ലോ. പക്ഷേ ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തിനകത്ത് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പവർ എന്നാണ്, അധികാര കൈമാറ്റം. അവരുടെ ഇരുന്ന അധികാരം അവരിവിടെ ആളുകൾക്ക് കൊടുത്തിട്ട് അവർ പോയി. അതാണ് നടന്നത്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, ഏറ്റവും വലിയ ഗാന്ധിജിയുടെ ഏറ്റവും അവസാനത്തെ സമരം, ഏറ്റവും വലിയ സമരം എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റാണ്. ആ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ പങ്കെടുത്ത് ജയിലിൽ പോയതിനേക്കാൾ കൂടുതൽ ആളുകൾ അന്ന് ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിലുണ്ട്. അപ്പോൾ എണ്ണമല്ല ഇതിനകത്തുള്ള ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. ന്യായം എന്നുള്ളതാണ്. ഈ ഒരു ന്യായമായ കാര്യത്തിന് വേണ്ടിയാണോ ഈ സമരം നടക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കാനുള്ളത്, ഇപ്പോൾ അഴിമതിക്ക് എല്ലാവരും എതിരാണ്, അഴിമതി വിരുദ്ധ വികാരം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അല്ലെങ്കിൽ 40 കൊല്ലമായിട്ട് ബില്ല് കൊണ്ടുവരാനിരിക്കുന്നു. ഈ ഇതിനകത്ത് ഇപ്പോൾ സർക്കാരിൻ്റെ ഇത് പറഞ്ഞല്ലോ, കുംഭകോണങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. ഇതൊക്കെ കൊണ്ടുവരേണ്ടത് സ്വാഭാവികതയിൽ ആരാണ്? ഭരണകക്ഷി ഭരണം ഉപയോഗിച്ചാണിത് അഴിമതി നടത്തുന്നത്. അത് പ്രതിപക്ഷത്തിൻ്റെ ചുമതലയാണ്, മാധ്യമങ്ങളുടെ ചുമതലയാണ്. അപ്പം അവരൊക്കെ പരാജയപ്പെടുന്നു എന്നുള്ളതും കൂടിയാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അണ്ണാ ഹസാരയുടെ ഏറ്റവും വലിയ വിജയം എന്തുകൊണ്ടാണ് വന്നത്? അതിനകത്ത് 2-3 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഒന്ന്, ഇതിനകത്ത് ഈ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഇപ്പം മാധ്യമങ്ങളുടെ പിന്തുണ, പിന്നെ ഈ ടീം അണ്ണാ ഹസാരെ എന്ന് പറയുന്ന, അതായത് ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ, അവരെല്ലാം അവരുടെ ഒരു ഓർഗനൈസേഷണൽ സ്കിൽ, പിന്നെ ഇത് നോക്കിയറിയാമല്ലോ, പിന്നെ ഇത് ശരിയായ ഒരു സംഘടിത സമരത്തിൻ്റെ ഇതാണ്. ഗാന്ധിജിയുടെ സമരന്മാരിയുള്ളൊരു സമരമല്ല. ഗാന്ധിജിയുടെ കാലത്ത് ആരും ഞാൻ ഗാന്ധിയാണെന്ന് പറഞ്ഞ് തൊപ്പിയും വെച്ച് നടന്നില്ല.
ഇത് തുപ്പി വെച്ചു. പക്ഷേ അതിനകത്ത് ഞാൻ ഗാന്ധിയാണെന്ന് എഴുതുന്നത് ഇതിൽ അതിന് ഒരു ഇത് ഉണ്ടായില്ല. ഇതൊരു ലോഗോയൊക്കെ ഉണ്ടാക്കി കോർപ്പറേറ്റ് സ്റ്റൈലിലുള്ള പ്രൊപ്പഗാൻഡ സ്റ്റൈലിലുള്ള, പക്ഷേ അതിനകത്തും ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ കേജ്രിവാളോ ഇൻക്ലൂഡിങ് മേധാ പട്കർ എത്രയോ കാലമായിട്ട് സമരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ കിരൺ ബേഡിയോ വിചാരിച്ചിരുന്നാൽ ഇത്തരത്തിലുള്ളൊരു ചലനം സൃഷ്ടിക്കാൻ കഴിയുകയില്ല. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഗാന്ധി ഇമേജ്, പേഴ്സണാലിറ്റി എന്ന് ഞാൻ പറയില്ല, ഒരു ഗാന്ധി പ്രതിച്ഛായ അദ്ദേഹത്തോടുകൂടിയാണ് അദ്ദേഹം വരുന്നത്. ആ പ്രതിച്ഛായ തീർച്ചയായിട്ടും ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ശരിയായിട്ട് ഉപയോഗിച്ചു, മാധ്യമങ്ങളും ഉപയോഗിച്ചു. ഞാൻ തുടർച്ചയായിട്ട് ബാബേട്ടൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രതിച്ഛായ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ സോക്കോൾഡ് അല്ലെങ്കിൽ സെൽഫ് അപ്പോയിന്റഡ് ആയിട്ടുള്ള ഈ സിവിൽ സൊസൈറ്റി, എൻ്റെ ഇപ്പോഴത്തെ സംശയം ആര് അപ്പോയിന്റ് ചെയ്ത് ഈ സിവിൽ സൊസൈറ്റി? ഈ 4-5 പേര്, 2 ഭൂഷൺമാർ, ഒരു കെജ്രിവാൾ, കിരൺ ബേദി ആൻഡ് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സുപ്രീം കമാൻഡറായിട്ടിരിക്കുന്ന അണ്ണാ ഹസാരെ, ഇവർ സിവിൽ സൊസൈറ്റിയാണെന്ന് ആരാ അവരെ അപ്പോയിന്റ് ചെയ്തത്? അപ്പോൾ ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ അണ്ണാ ഹസാരേക്കുള്ള ഒരു അൺടൈൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജിനെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ബോധപൂർവം ചില ആളുകളുടെ ആശയപരവും വ്യക്തിപരവുമായ ചില താല്പര്യങ്ങളെ ഞാൻ അതിൻ്റെ വേണമെങ്കിൽ വ്യാഖ്യാനങ്ങളിലേക്ക് പോകാം. വ്യക്തിപരവുമായ ചില താല്പര്യങ്ങളെ മുമ്പിൽ വെച്ച് നിർത്തിക്കൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ബ്ലാക്ക് മെയിൽ ആയിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു ഇതെങ്ങനെ ഇത് വിജയിച്ചു, ധന്യ പറഞ്ഞിട്ട് എങ്ങനെ വിജയിച്ചു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, മൈനസ് മീഡിയ, അത് കോർപ്പറേറ്റ് മീഡിയ എന്നുള്ള ഞാൻ പറയുന്നില്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് വാർത്താ ചാനലുകളും മറ്റ് ഹിന്ദി വാർത്താ ചാനലുകളും ഈ 50-54 OB വാനുകളാണ് രാംലീല മൈതാനത്ത് ഇദ്ദേഹം പറഞ്ഞ 10,000 ആളുകളുടെ ഒരു പ്രക്ഷോഭത്തെ കവർ ചെയ്യാനായിട്ട് 50-ലേറെ OB വാനുകൾ വെച്ചുകൊണ്ട് നടത്തിയ. ഇവിടെ സ്വരാജ് പറഞ്ഞ പോലെ ടൈംസ് നൗ മറ്റൊരു വാർത്ത കൊടുത്തിട്ടില്ല. CBN INN ആണെങ്കിൽ വാസ്തവത്തിൽ രാജീവ് സർദേശായിക്ക് ഇതിലൊരു വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ അത് ചാനലിൽ കാണിക്കാൻ അദ്ദേഹം ധൈര്യപ്പെടാതെ ട്വീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബ്ലോഗിൽ എഴുതുക ചെയ്ത്. കാരണം ജനങ്ങളുടെ മുമ്പിൽ പേടിച്ച് നിന്ന ഒരു സാഹചര്യം ഇവിടെ ആ ഒരു ഇത് വെച്ചതുകൊണ്ട് ഇവരെ മുമ്പിൽ ഞാൻ വേറെ ചോദിച്ചോട്ടെ, നമ്മുടെ ഈ റോം ഷാർമുലയുടെ ശരിയും പറഞ്ഞു ഞാൻ ഫീലിംഗ് വെരി ഡിസപ്പോയിന്റഡ്. കാരണം നമ്മൾ പലരിലും ഈ ഒരു എഡ്യൂക്കേഷനിലൂടെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ കറപ്ഷൻ എന്നൊരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യപ്പെടണം എന്ന ആഗ്രഹമുള്ളൊരു പലരും ഉണ്ട് ഈ ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഹോപ്പും ഇല്ല എന്നാണ്. This whole thing about Anna Hazare being non-tainted, the way he has been presented as non-tainted, I find it extremely problematic. Even critiques of the Anna Hazare movement keep on coming back to you trying to say that he is non-tainted, he is saint, he is Gandhian. Anna Hazare for me can never be a Gandhian because he is talking about capital punishment. He is saying, he has been saying let's hang Ajmal Kasab and Afzal Guru. So this by no stretch of imagination can he be called a Gandhian. Gandhi, he is not a Gandhi, but he came with a Gandhi image. Yeah. And as I said, the media reinforced it. He came with a Gandhi cap. He came with a Gandhi cap, not even image. ഞാൻ ഇതിൽ പറയാൻ ശ്രമിച്ച കാര്യം, അദ്ദേഹത്തിന്റെ കൂടെ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിന്റെ കുറവ് കൊണ്ട് ഉന്നയിക്കുന്ന വിഷയത്തിന് പ്രസക്തിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതങ്ങനെ തെറ്റിദ്ധരിച്ചും തോന്നുന്നു. ഞാൻ പറഞ്ഞത് ആ വളരെ പരിമിതമായ സംഖ്യ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമരത്തെ രാജ്യത്തിന്റെ ആകെ സമരമായിട്ട് അവതരിപ്പിച്ചു മീഡിയ. മറ്റൊരു വലിയ സമരത്തിനും കിട്ടാത്ത ഒരു വലിയ പ്രാധാന്യം ഇതിന് കിട്ടി. ഒന്ന് പറഞ്ഞോട്ടെ, അതായത് ഇതിനു മുമ്പായിട്ട് അടിയന്തരാവസ്ഥ കാലത്താണ് DK ബറോ പറഞ്ഞത് അതുപോലെ തന്നെ മറ്റൊന്നുകൂടിയുണ്ട് തന്നെ അതിൽ ആഡ് ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഇതിൽ മറ്റൊന്ന് നമ്മൾ നോക്കേണ്ടത് ഗാന്ധിജി സമരമാണ്, അണ്ണാ ഗാന്ധിയാണ്, അണ്ണാ ഗാന്ധി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ നിലയിലേക്ക് പോകേണ്ട ഈ ചർച്ചയിൽ എന്ന് കരുതിയതാണ്. കാരണം അദ്ദേഹത്തെ ഡിമോറലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. അഴിമതിക്കെതിരായ എല്ലാ ശബ്ദങ്ങളും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. എങ്കിൽ പോലും യഥാർത്ഥ ഗാന്ധിയുമായിട്ട് ഈ ഗാന്ധിക്ക് വലിയ ബന്ധമൊന്നും പ്രവർത്തനങ്ങളിൽ കാണുന്നില്ല എന്ന് ഒരു ചെറിയ വിശകലനം നടത്തിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോയിന്റ്, ഇന്ത്യയിലെ അഴിമതിയുടെ ഒന്നാമത്തെ ഗുണഭോക്താക്കളായ കോർപ്പറേറ്റുകളെ സ്പർശിക്കാത്ത, ആ അർത്ഥത്തിൽ ഒട്ടും സമഗ്രമല്ലാത്ത, ഒട്ടും സർവതല സ്പർശിയല്ലാത്ത, കേവലം ഉപരിപ്ലവമായ ഒരു അഴിമതി വിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ട് ഒരു സമരം നടന്നു എന്ന് കണ്ടാൽ മതി എന്ന അഭിപ്രായമാണ് എനിക്കിതുമായി ബന്ധപ്പെട്ടത്. ഇതിന്റെ തുടർച്ചയായിട്ട് സ്വരാജ് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് ഈ ബില്ല് സർക്കാരിന്റെ പ്രതിനിധികളായ മന്ത്രിമാരും കൂടെ ഒരു കൺസെൻസസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സർക്കാർ പറഞ്ഞു NGO-കളെ ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നത്. They objected. Absolutely. Ashok Kejriwal is leader of one of NGO. Yeah. Yes.
Now, I'll just add one more thing. It was just about your cynicism about anti-corruption movement. Okay, this country has, in its locations, has a rich history of people's movements. There are people across the country fighting corruption at their level in almost every district in this country. And for me, therefore, Anna Hazare is not at all, Team Anna is not at all representative of this multiple fight against corruption going across the country. One important point that was raised during this segment of the discussion was it is truly anti-democratic. This movement is anti-democratic. anti-democratic. No doubt. And you know, it's no longer a representative democracy if we allow movements like this to happen. ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് സമരങ്ങൾ. Yes, sir. അടിസ്ഥാനപരമായി അത് ശരിയാണ്. പക്ഷെ അതേസമയം നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ അല്ലെങ്കിൽ ജനാധിപത്യത്തിന് പുറത്ത് മതിൽക്കെട്ടിന് പുറത്തുള്ള സമരങ്ങൾ ഉണ്ടാകുന്നത് ജനാധിപത്യം പരാജയപ്പെടുന്നതുകൊണ്ടാണ്. Sir, how do you feel about it? It is actually anti-democratic. is what most of the ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് പാർലമെൻറ്റിൻ്റെ പുറത്തും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലും DYFഐയും മാർക്സിസ്റ്റ് പാർട്ടിയും ജനതാ പാർട്ടിയും എമർജൻസിക്കെതിരായ പ്രക്ഷോഭങ്ങളും ഇതൊക്കെ നടന്നത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. ജനാധിപത്യത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഉടനെ പാർലമെൻറ്റിൽ പോയി ചർച്ച ചെയ്തോളണം എന്ന് പറയുന്ന കാഴ്ചപ്പാട് ജനാധിപത്യപരമേ അല്ല. ജനാധിപത്യത്തിൻ്റെ ഇൻഹറൻ്റായിട്ടുള്ള ഭാഗമാണ് സ്ട്രീറ്റ് ഫൈറ്റ്സ് പോലും, ഈവൻ സ്ട്രീറ്റ് ഫൈറ്റ്സ് അതുപോലും DYFI തെളിയിച്ചിട്ടുണ്ട്. ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇലക്ഷൻസ് ആൻഡ് ദേ ആർ ഫൈറ്റിംഗ് ഇൻ അത് ജനാധിപത്യപരമല്ല എന്ന് പറയുന്ന ശരിയല്ല. ദാറ്റ് ഈസ് ഡെമോക്രാറ്റിക്, ദാറ്റ് ഈസ് എൻറ്റയർലി ഡെമോക്രാറ്റിക്. ആ വയലൻസ്, കോൺസ്പിരറ്റോറിയൽ വയലൻസ് അല്ലാത്തതെല്ലാം ഡെമോക്രസിയുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളാണ്. കൺസ്പയർ ചെയ്ത് ഒരു ഗവൺമെൻറ്റിനെ ഓവർത്രോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്താത്ത നോൺ കോൺസ്പിരറ്റോറിയൽ പാർഷ്യൽ സബ്ഡ്യൂഡ് വയലൻസ് പോലും എന്റെ കാഴ്ചപ്പാടിൽ ഇതൊരു സോ കോൾഡ് പെർസീവ്ഡ് എ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി വന്നുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ അതിനോട് യോജിച്ചു പോയത് എന്ന് തോന്നിയിട്ടുണ്ട്. People think politics means party politics. Party politics. Yes. People have believed that this particular movement is beyond party politics and it represents many of them who are not aligned to any political ഇതൊക്കെ പറയുമ്പോൾ തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ anybody who intervenes in politics is a politician. I am a politician. Isn't that a reason for success? Hazare is a politician. Man is a political animal. So anything which man does is basically any parts. It is beyond party politics, isn't it? Why people align with it more easily? No. The normal public. That is a questionable proposition. That is people aligned with. കാരണം ഇവർക്ക് ഒരു obvious RSS links ഉണ്ടെന്ന് പറയുന്നു, right links ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ ഒരു obvious a certain movement. അതിന്റെ അർത്ഥം ഇങ്ങനെ ഇതൊരു വലിയ ജനകീയ. കാരണം ഇപ്പോൾ ഞാനത് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അണ്ണാ ഹസാരെയും ടീമും എവിടെയോ ലിങ്ക്ഡ് ആണ് ടു ദ RSS ഓർ ദ BJP എന്ന് പറയുന്ന we are seeing reports in the media. So the moment you are associated with a political party, the kind of relevance or the importance attached to a movement like this diminishes. Isn't that why it was completely a people's movement as perceived by the media? Yes. India ലോകത്തിലെ തന്നെ ഏറ്റവും ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു വലിയ ഒരു എക്കണോമിക് പവറായിട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു സമരം വരുന്നതെന്നുള്ളത്. പിന്നെ ഇവിടെ ഈ അദ്ദേഹം പറഞ്ഞതിൻ്റെ അടുത്ത് തുടർച്ചയായിട്ട് നമ്മുടെ ജനങ്ങളുടെ വിവേചന ശക്തിയിൽ സംശയമൊന്നും വേണ്ട. ഇത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. അല്ലാതെ നിയമം നിർമ്മിക്കേണ്ടതും നിയമം ഉണ്ടാക്കേണ്ടതും നിർമ്മിക്കേണ്ടതും പാസ്സാക്കേണ്ടതും ഒക്കെ പാർലമെന്റിന്റെ ജോലിയാണ്. അത് അണ്ണാ ഹസാരെയുടെയും കെജ്രിവാളിന്റെയും ജോലിയല്ല. നമുക്കറിയാം 1970 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 70 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജനാധിപത്യ അവകാശങ്ങളെല്ലാം പൗരാവകാശങ്ങളെല്ലാം സസ്പെൻഡ് ചെയ്ത ഒരു സമയത്ത് ഒരു അണ്ണാ ഹസാരെയും വേണ്ടി വന്നില്ല. കേരളത്തിലെ ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും വടക്കേ ഇന്ത്യയിലെ യുപിയിലെയും ബീഹാറിലെയും അതുപോലുള്ള വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾ ഈ ബാലറ്റ് പേപ്പർ എന്ന് പറയുന്ന അധികാരം ഉപയോഗിച്ച് ഇന്ദിരാഗാന്ധി എടുത്ത് തോട്ടിലെറിഞ്ഞു. അപ്പോഴും കേരളം, നമ്മൾ ഈ പറയുന്ന കേരളം വിന്ധ്യന് തെക്കോട്ട് ഇന്ദിരാഗാന്ധിക്കൊപ്പം നിന്നുള്ളതും നമ്മൾ ഞാൻ ജനങ്ങളുടെ ശക്തിയിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അണ്ണാ ഹസാരെയുടെ 10,000 പേരെ realistically speaking, I mean we all know that most of the politicians are steeped in corruption.
We all are aware of it. We Most know of that. people get the people get the we- leaders yeah. they deserve. They deserve. They Most of deserve. this country is corrupt. You know, ഞാൻ when you ചോദിച്ചോട്ടെ, go back അങ്ങനെയാണ് to- ഞാനും ചോദിച്ചോട്ടെ. Politicians are corrupt. We're coming to the break, end of the segment right now, but after the break, again, I go back to the same point. Idinoru pomvazhiyille. Is there a way out? Whether Anna Hazare's means are right or wrong, I mean, that could be it could be your take on it, but then what is the solution in sight? That's what we're going to talk about after.